സമസ്ത ഏറ്റെടുത്ത പരിശുദ്ധമായ ഒരാദർശം 1400 വർഷങ്ങൾക്ക് മുമ്പ് അഥവാ 14.5 നൂറ്റാണ്ട് മുമ്പ് ഗാർ ഹിറായിൽ നിന്ന് തുടങ്ങിവെച്ച മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ സഹാബത്തിലൂടെ സലഫ് സാലിഹീങ്ങളിലൂടെ കൈമാറി വന്ന പരിശുദ്ധമായ ആദർശം ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഏറ്റെടുക്കുകയും അതിനൊരണുപോലും പോറലേൽക്കാൻ അനുവദിക്കാതെ 90 വർഷം അത് നിലനിർത്തുകയും ചെയ്തിരിക്കുകയാണ്. മക്കയിൽ നിന്ന് മദീനയിലേക്ക് വന്ന് മദീനയിൽ നിന്ന് തെക്കേ ഇന്ത്യയിലേക്ക് വന്നു, മദീനയിൽ നിന്ന് യമനിലേക്ക് പോയി, യമനിൽ നിന്നും കേരളത്തിലേക്കും തെക്കേ ഇന്ത്യയിലേക്കും വന്നു. ആ പരിശുദ്ധമായ ആദർശം 23 കൊല്ലക്കാലം കൊണ്ട് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വാക്കുകളിലൂടെ മാത്രമല്ല പ്രവൃത്തികളിലൂടെ പഠിപ്പിക്കുകയും പരിശീലിപ്പിക്കുകയും പാകപ്പെടുത്തിയെടുക്കുകയും ചെയ്ത ബഹുമാനപ്പെട്ട സഹാബത്തുൽ കിറാം റളിയല്ലാഹു തആല അൻഹും. ആ ഒരു ആദർശം അത് ഖിയാമത്ത് നാൾ വരെ ആ ആദർശം ആര് നിലനിർത്തിപ്പോരുന്നുവോ വല്ലദീന തബഊഹും ബിഇഹ്സാൻ, അത് നല്ല നിലയിൽ ഖിയാമത്ത് നാൾ വരെ ആര് നിലനിർത്തിപ്പോരുന്നുവോ റളിയല്ലാഹു അൻഹും വറളു അൻഹു, അള്ളാഹുവിന്റെ പൊരുത്തം അവർക്കുണ്ട്. അവർ അള്ളാഹുവിനെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടവരാണ്, അള്ളാഹു അവരെ സംബന്ധിച്ച് തൃപ്തിപ്പെട്ടവരാണ്. പരിശുദ്ധ ഖുർആൻ ഈ ആദർശത്തെ സംബന്ധിച്ച് വിശദീകരിച്ചിരിക്കുകയാണ്. അൽ ഈമാനു യമാനിൻ വൽ ഹിക്മത്തു യമാനിയ, യഥാർത്ഥമായ ഈമാൻ, യഥാർത്ഥമായ വിശ്വാസം, യഥാർത്ഥമായ അറിവ് അത് യമനിലൂടെ ലോകത്തിന്റെ നാനാഭാഗത്തേക്കും പ്രചരിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ, ഇന്നത്തെ യമനല്ല, ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ ലോകത്ത് മുഴുവനും പ്രചരിപ്പിക്കപ്പെടുന്ന വിശ്വാസം, അറിവ്, അതാണ് യഥാർത്ഥമായ അഖീദ വിശ്വാസമെന്ന് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സാക്ഷി നിന്നു. അതാണ് ആ പരിശുദ്ധമായ ആദർശം. അത് മദീനയിൽ നിന്ന് സ്വഹാബത്തിന്റെ കാലത്ത് തന്നെ നമ്മുടെ തെക്കേ ഇന്ത്യയിലേക്ക് വന്നതുപോലെ യമനിൽ നിന്ന്, പ്രത്യേകിച്ച് ഹദറമൗത്തിൽ നിന്ന് നിരവധി സാദാത്തുക്കളും നിരവധി പണ്ഡിതന്മാരും ഇവിടെ വന്നു. അവർ പ്രചരിപ്പിച്ച ഒരു പ്രസ്ഥാനമാണ് ആ പരിശുദ്ധമായ ആദർശം.